ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൈരണ്ടും കൂപ്പി ഞാൻ വീണ്ടുമീരക്കുന്നു നീരജലോചന നിന്നോടായി. ഏതീനോ മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇത്രയും കാരുണ്യം എന്നിൽ നടിച്ചതും ചിത്രം നടിപ്പതും ചിത്രം ചിത്രം. കാരുണ്യവാരിധേ 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 കാരുണ്യാബ്ധേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീധരിയം ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവത പഠനത്തിൽ ഇന്ന് പാഠം 242 ആണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 13-ാം അധ്യായത്തിലെ 36 മുതൽ 59 വരെയുള്ള 24 ശ്ലോകങ്ങളാണ് ശ്രദ്ധയോടുകൂടി പഠിക്കുന്നത്. ഇതോടുകൂടി 13-ാം അധ്യായം സമർപ്പിക്കുകയാണ്. ശ്രദ്ധയോടുകൂടിയിട്ട് ശ്രവണം ചെയ്യുക. സഞ്ജയ ഉവാച നാഹം വേദ വ്യവസിതം പിത്രോർവ കുലനന്ദന ഗാന്ധാര്യ വാമഹാബാഹോ മുഷിതോസ്മി മഹാത്മഭി. അഥാ ജഗാമ ഭഗവൻ നാരദ സഹ തുംബുരു
പ്രത്യുത്ഥായാഭിവാദ്യാഃ സാനുജോഭ്യർച്ചയന്നിവ. യുധിഷ്ഠിര ഉവാച നാഹം വേദഗതിം പിത്രോർഭഗവൻ ക്വ ഗദാവിത അംബാവാ ഹതപുത്രാർത്ത ക്വ ഗദാ ച തപസ്വിനി. കർണധാരൈവാപാരേ ഭഗവൻ പാരദർശക അഥാബഭാഷേ ഭഗവൻ നാരദോ മുനിസത്തമഃ. മാ കഞ്ചന ശുചോ രാജൻ യദീശ്വരവശം ജഗൽ. മാ കഞ്ചന ശുചോ രാജൻ യദീശ്വരവശം ജഗൽ. ലോകാസപാലായസ്യേമേ വഹന്തി ബലിമീശിതു. ലോകാസപാലായസ്യേമേ വഹന്തി ബലിമീശിതു. സസംയുനക്തി ഭൂതാനി സയേവ വ്യുനക്തി ച. യഥാ ഗാവോ നസി പ്രോദാഃ തന്ത്യാം ബദ്ധാസ്വദാമഭി വാക്ദന്ത്യാം നാമഭിർ ബദ്ധാ വഹന്തി ബലിമീശിതു. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡിതു സ്യാദാം തഥൈവേശേച്ഛയാ നൃണാം. യന്മന്യസേ ധ്രുവം ലോകം അധ്രുവം വാ നചോഭയം സർവഥാ നഹി ശോച്യാസ്തേ സ്നേഹാദന്യത്ര മോഹജാൽ. തസ്മൽ ജഹ്യംഗ വൈക്ലവ്യം അജ്ഞാനകൃതമാത്മനഃ. കഥം ത്വനാഥ കൃപണ വർത്തേരംസ്തേ ച മാം വിനാ. കാലകർമ്മഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതിക. കഥമന്യാംസ്തു ഗോപായേൽ സർപ്പഗ്രസ്തോ യഥാ പരം. അഹസ്താനി സഹസ്താനാം അപദാനി ചതുഷ്പദാം ഫൽഗൂനി തത്ര മഹദാം ജീവോ ജീവസ്യ ജീവനം. തദിദം ഭഗവാൻ രാജൻ ഏക ആത്മാത്മനാം സ്വദൃക്. അന്തരോനന്തരോ ഭാതി പശ്യതം മായയോരുധാ. സോയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന. കാലരൂപോപതിർണോസ്യാം അഭാവായ സുരദ്വിഷാം. നിഷ്പാദിതം ദേവകൃത്യം അവശേഷം പ്രതീക്ഷതേ. താവൽ യൂയമപേക്ഷധ്വം ഭവേൽ യാവദിഹേശ്വര. ധൃതരാഷ്ട്ര സഹ ഭ്രാത്ര ഗാന്ധാര്യാ ച സ്വഭാര്യയാ ദക്ഷിണേന ഹിമവദ ഋഷീണാമാശ്രമം ഗത. സ്രോതോഭിഃ സപ്തഭിർയാ വൈ സ്വർധുനീ സപ്തധാ വ്യഥാൽ. സപ്താനാം പ്രീതയേ നാനാ സപ്തസ്രോത പ്രജക്ഷതേ. സ്നാത്വാനുസവനം തസ്മിൻ ഹുത്വാ ചാഗ്നീൻ യഥാവിധി. അഭക്ഷ ഉപശാന്താത്മാ സ ആസ്തേ വിഗതൈഷണ. ജിദാസനോ ജിദശ്വാസ പ്രത്യാഹൃത ഷഡിന്ദ്രിയ. ഹരിഭാവനയാധ്വസ്ത രജസത്വതമോമല. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം.
ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരമിവാംബരേ ധ്വസ്തമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയ നിവർത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണുരിവാചല തസ്യാന്തരായോ മൈവാഭൂഃ സംന്യസ്താഖിലകർമ്മണ സവാ അദ്യതനാദ്രാജൻ പരദ പഞ്ചമേഹനി കളേബരം ഹാസ്യതി സ്വം തച്ഛ ഭസ്മീഭവിഷ്യതി ദഹ്യമാനേഗ്നിഭിർദേഹേ പത്യുഃ പത്നീ സഹോടജേ ബഹിസ്ഥിതാ പതിം സാധ്വീ തമഗ്നിമനുവേക്ഷ്യതി വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ ഗുരുനന്ദന ഹരുഷശോകയുതസ്തസ്മൽ ഹന്താ തീർത്ഥനിഷേവക ഇത്യുക്ത്വാധാരുഹൽ സ്വർഗം നാരദഃ സഹ തുംബുരു യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ ജഹാൽ ശുചഃ. ശ്രീകൃഷ്ണായ നമോ നമഃ. ഹരി ഓം തത്സലിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ ത്രയോദശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സഞ്ജയ ഉവാച നാഹം വേദ വ്യവസിതം പിത്രോർവ കുലനന്ദന ഗാന്ധാര്യ വാമഹാബാഹോ മുഷിതോസ്മി മഹാത്മഭീ. അഥാ ജഗാമ ഭഗവൻ നാരദഃ സഹ തുംബുരു പ്രത്യുത്ഥായാഭിവാദ്യാഃ സാനുജോഭ്യർച്ചയന്നിവ. യുധിഷ്ഠിര ഉവാച നാഹം വേദഗതിം പിത്രോർഭഗവൻ ക്വ ഗദാവിത അംബാവാ ഹതപുത്രാർത്ത ക്വ ഗദാ ച തപസ്വിനി. കർണധാരൈവാപാരേ ഭഗവൻ പാരദർശക അഥാബഭാഷേ ഭഗവൻ നാരദോ മുനിസത്തമഃ. മാ കഞ്ചന ശുചോ രാജൻ യദീശ്വരവശം ജഗൽ. മാ കഞ്ചന ശുചോ രാജൻ യദീശ്വരവശം ജഗൽ. ലോകാസഫാലായസ്യേമേ വഹന്തി ബലിമീശിതു. ലോകാസഫാലായസ്യേമേ വഹന്തി ബലിമീശിതു. സസംയുനക്തി ഭൂതാനി സയേവ വ്യുനക്തി ച. യഥാ ഗാവോ നസി പ്രോദാഃ തന്ത്യാം ബദ്ധാസ്വദാമഭി വാക്ദന്ത്യാം നാമഭിർ ബദ്ധാ വഹന്തി ബലിമീശിതു. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡിതു സ്യാദാം തഥൈവേശേച്ഛയാ നൃണാം. യന്മന്യസേ ധ്രുവം ലോകം അധ്രുവം വാ നചോഭയം സർവഥാ നഹി ശോച്യാസ്തേ സ്നേഹാദന്യത്ര മോഹജാൽ. തസ്മൽ ജഹ്യംഗ വൈക്ലവ്യം അജ്ഞാനകൃതമാത്മന കഥം ത്വനാഥ
കൃപണ വർത്തേരംസ്തേ ചമാം വിനാ കാലകർമ്മഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതിക കഥമന്യാംസ്തു ഗോപായേൽ സർപ്പഗ്രസ്തോ യഥാപരം അഹസ്താനി സഹസ്താനാം അപദാനി ചതുഷ്പദാം ഫൽഗൂനി തത്ര മഹദാം ജീവോ ജീവസ്യ ജീവനം തദിദം ഭഗവാൻ രാജൻ ഏക ആത്മാത്മനാം സ്വദൃക് അന്തരോനന്തരോ ഭാതി പശ്യതം മായയോരുധാ സോയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലരൂപോപതിർണോസ്യാം അഭാവായ സുരദ്വിഷാം നിഷ്പാദിതം ദേവകൃത്യം അവശേഷം പ്രതീക്ഷതേ താവൽ യൂയമവേക്ഷധ്വം ഭവേൽ യാവദിഹേശ്വര. ധൃതരാഷ്ട്ര സഹഭ്രാത്ര ഗാന്ധാര്യാ ച സ്വഭാര്യയാ ദക്ഷിണേന ഹിമവദ ഋഷീണാമാശ്രമം ഗത സ്രോതോഭിഃ സപ്തഭിർയാ വൈ സ്വർധുനീ സപ്തധാ വ്യധാൽ സപ്താനാം പ്രീതയേ നാനാ സപ്തസ്രോത പ്രജക്ഷതേ സ്നാത്വാനുസവനം തസ്മിൻ ഹുത്വാ ചാഗ്നീൻ യഥാവിധി അഭക്ഷ ഉപശാന്താത്മാ സ ആസ്തേ വിഗതൈഷണ ജിദാസനോ ജിദശ്വാസ പ്രത്യാഹൃത ഷഡിന്ദ്രിയ ഹരിഭാവനയാധ്വസ്ത രജസത്വതമോമല വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരമിവാംബരേ ധ്വസ്തമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയ നിവർത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണുരിവാചല തസ്യാന്തരായോ മൈവാഭൂഃ സംന്യസ്താഖില കർമ്മണ സവാ അദ്യതനാദ്രാജൻ പരദ പഞ്ചമേഹനി കളേബരം ഹാസ്യതി സ്വം തച്ഛ ഭസ്മീഭവിഷ്യതി ദഹ്യമാനേഗ്നിഭിർദേഹേ പത്യുഃ പത്നീ സഹോടജേ ബഹിസ്ഥിതാപതിം സാധ്വീ തമഗ്നിമനുവേക്ഷ്യതി വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ ഗുരുനന്ദന ഹരുഷശോകയുതസ്തസ്മൽ ഹന്താ തീർത്ഥനിഷേവക ഇത്യുക്ത്വാധാരുഹൽ സ്വർഗം നാരദ സഹ തുംബുരു യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ ജഹാൽ ശുചഃ. ശ്രീകൃഷ്ണായ നമോ നമഃ. ഹരി ഓം തത്സലിതി. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ ത്രയോദശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ നമസ്കാരം. ഇത്രയും ശ്ലോകങ്ങളുടെ പദങ്ങളും അന്വയാർത്ഥവും ഭാവാർത്ഥവും നമുക്ക് ചുരുക്കി ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാം.
സഞ്ജയ ഉവാച. ശ്ലോകം 36. നാഹം വേദവ്യവസിതം പിത്രോർവകുലനന്ദന ഗാന്ധാര്യാവാ മഹാബാഹോ മുഷിതോസ്മി മഹാത്മഭി. കുലനന്ദന, ഹേ വംശത്തെ സന്തോഷിപ്പിക്കുന്നവനെ, മഹാബാഹോ ശ്രേഷ്ഠപുരുഷ, വ നിങ്ങളുടെ പിത്രോഹ പിതാക്കന്മാരുടെയും ഗാന്ധാര്യാഹ വാ ഗാന്ധാര്യാ വാ ഗാന്ധാരിയുടെയും വ്യവസിതം നിശ്ചയത്തെ അഹം ഞാൻ നവേദ അറിഞ്ഞില്ല. മഹാത്മഭി മഹാത്മാക്കളാൽ മുഷിത വഞ്ചിക്കപ്പെട്ടവനായിട്ട് അസ്മി ഭവിക്കുന്നേൻ. സഞ്ജയൻ പറഞ്ഞു, കുരുകുലത്തെ സന്തോഷിപ്പിക്കുന്ന ഹേ മഹാരാജാവേ, നിങ്ങളുടെ പിതൃക്കളായ ധൃതരാഷ്ട്ര മഹാരാജാവ്, വിതുരൻ, ഗാന്ധാരി ദേവി ഇവർ എവിടെ പോയെന്ന വിവരം ഞാൻ അറിയുന്നില്ല. ആ മഹാത്മാക്കൾ എന്നെ അഗതിയാക്കിപ്പോയല്ലോ. സഞ്ജയൻ പറയുകയാണ്, യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് സഞ്ജയൻ പറയുന്ന ഭാഗമാണിത്. അവരുടെ നിശ്ചയം എന്താണെന്ന് എനിക്കറിയില്ല, ഞാനും അറിഞ്ഞില്ല. എന്നെ അഗതിയാക്കിയിട്ട് അവര് പോയല്ലോ എന്ന് സഞ്ജയൻ പറയുന്നു. അടുത്ത ശ്ലോകം 37. അഥാ ജഗാമ ഭഗവൻ നാരദ സഹതുംബുരു പ്രത്യുത്ഥായാഭിവാദ്യാഹ സാനുജോഭ്യർച്ചയന്നിവ. അഥ അനന്തരം സഹതുംബുരു ഭഗവാൻ നാരദ, തുമ്പുരുവിനോടുകൂടിയ ഭഗവാൻ നാരദൻ, ആ ജഗാമ വന്നു, സാനുജ അനുജന്മാരോടുകൂടിയവനായിട്ട് അർച്ചയന്നിവ പൂജിക്കുന്നവൻ എന്ന പോലെ പ്രത്യുത്ഥായ എതിരേറ്റിട്ട് അഭിവാദ്യ വന്ദിച്ചിട്ട് ആഹ പറഞ്ഞു. ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് കഴിയുമ്പോൾ ഒരു ദിവസം ഭഗവാൻ നാരദർ തുമ്പുരുവിനോടൊപ്പം അവിടെ ആഗമിച്ചു. ധർമ്മപുത്രർ അനുജന്മാരോടൊപ്പം എണീറ്റ് എതിരേറ്റു കൊണ്ടുവന്നു. പൂജിക്കുന്ന പോലെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അതായത് യുധിഷ്ഠിരന്റെ ദുഃഖമാണ് ഇവിടെ. ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് കുറെ കാലം അവിടെ യുധിഷ്ഠിരൻ കഴിച്ചുകൂട്ടി. അതിനുശേഷം സർവജ്ഞനായ നാരദ മഹർഷി തുമ്പുരുവിനോടുകൂടി, തുമ്പുരു മഹർഷിയോട് കൂടിയിട്ട് അവിടെ എത്തിച്ചേരുകയാണ്. ഉടനെ എതിരേറ്റു, സൽക്കരിച്ചു, അഭിവന്ദനാദികൾ ചെയ്ത് സഹോദരന്മാരോടുകൂടിയ ധർമ്മപുത്രർ അവരെ പൂജിക്കുന്ന വിധത്തിൽ ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. മഹാത്മാക്കളെ, ഗുരുക്കന്മാരെ, സന്യാസിവര്യന്മാരെ, സജ്ജനങ്ങളെ, ഈശ്വരനെ, ദേവീദേവന്മാരെ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവിടെ മുന്നിലുണ്ട് എന്നുള്ള ഭാവനയിലാണല്ലോ നേരിട്ട് കാണുക. അപ്പോൾ നമ്മൾ അഭിവാദ്യം ചെയ്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് സമ്പ്രദായം. അതാണ് നമ്മുടെ മഹത്തായ സംസ്കൃതി. പേര് പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് അഭിവാദ്യം ചെയ്ത് നമസ്കരിക്കുന്ന സമ്പ്രദായമാണ് ഇവിടെ പറഞ്ഞത്.
വിധിപ്രകാരമുള്ള പൂജ ചെയ്യാതെ പറഞ്ഞുവെന്ന് സാരം. സാധാരണഗതിയിൽ പൂജിക്കാറുണ്ടല്ലോ, അങ്ങനെ പൂജിക്കാതെ തന്നെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടന്നു അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ച ശേഷം എന്തുകൊണ്ട് പൂജിച്ചില്ല എന്നൊരു ശങ്കയുണ്ടാകാം. ശോകാക്രാന്ത കൃപാവിഷ്ട ശ്രദ്ധയാരഹിത പുമൻ ഗുരുദേവദ്വിജാദീനാം പൂജനം ന സമാചരേൽ. ദുഃഖം അതുപോലെ കരുണ എന്നിവയാൽ ബാധിക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ അതിൽ പെട്ടുകിടക്കുന്നവൻ, ശ്രദ്ധയില്ലാത്തവൻ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള പുരുഷന്മാര്, ഗുരുക്കന്മാര്, ദേവന്മാര്, ബ്രാഹ്മണര് മുതലായവരെ പൂജ്യന്മാരെ പൂജിച്ചുകൂടാ എന്നൊരു ധർമ്മശാസ്ത്ര വിധിയുണ്ട്. ശോകാക്രാന്തനായ യുധിഷ്ഠിരൻ യഥാവിധി പൂജിക്കാതെ ദുഃഖനിവൃത്തികരമായ ചോദ്യം ചെയ്തു. അതായത് മനസ്സ് നല്ല നിലയിലുണ്ടാവുമ്പോൾ, സമനിലയിലുണ്ടാവുമ്പോഴേ ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ദുഃഖത്തിൽ എങ്ങനെ തളം കെട്ടി നിൽക്കുന്ന സമയത്ത്, ക്രോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പൂജിക്കുമ്പോൾ ആ ഭാവന ശരിയാവില്ല, മനസ്സ് നേരെയാവണം. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പൂജിക്കാതെ തന്നെ പെട്ടെന്ന് ദുഃഖത്തിലിരിക്കുന്നവർക്ക് പൂജ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്നൊന്ന് അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ച് കാര്യങ്ങളിലേക്ക് കടന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നു. അടുത്ത ശ്ലോകം 38. യുധിഷ്ഠിര ഉവാച നാഹം വേദഗതിം പിത്രോർഭഗവൻ ക്വ ഗദാവിദ അംബാവാഹതപുത്രാർദ്ധ ക്വ ഗദാജ തപസ്വിനി. ഭഗവൻ, അല്ലയോ ഭഗവാനെ, പിത്രോഹ പിതാക്കന്മാരുടെ ഗതിം ഗമനത്തെ, ഇതഹ ക്വ ഗദൗ ഇവിടെ നിന്ന് എവിടെ പോയെന്നതിനെ, ന അഹം വേദ ഞാൻ അറിയുന്നില്ല. തപസ്വിനി കൃഷയും ഹതപുത്രാർത്ഥ ഹനിക്കപ്പെട്ട പുത്രന്മാരെ കുറിച്ച് വ്യസനിക്കുന്നവളുമായ അംബാവ അമ്മയും ക്വഗദാ എവിടെ പോയി. അപാരേ കരയില്ലാത്ത സമുദ്രത്തിൽ കർണധാര ഇവ കപ്പൽക്കാരനെന്ന പോലെ. ഭഗവാൻ നിന്തിരുവടി പാരദർശക കര കാട്ടിത്തരുന്നവൻ. അടുത്ത ഒരു ശ്ലോകം കൂടി ചേർത്തിട്ടാണ് ഇവിടെ അന്വയിച്ചിരിക്കുന്നത്. ധർമ്മപുത്രർ പറഞ്ഞു, ഹേ ഭഗവൻ, ഞങ്ങളുടെ പിതൃക്കളായ ധൃതരാഷ്ട്ര മഹാരാജാവ്, വിതുരർ, പുത്രമരണം നിമിത്തം വ്യസനിച്ചുകൊണ്ടിരിക്കുന്ന അമ്പയായ ഗാന്ധാരി ദേവി, ഇവർ ഇവിടെ നിന്ന് എങ്ങോട്ട് പോയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നില്ല. ഇതിനടുത്ത ശ്ലോകം 39. കർണധാരൈവാപാരേ ഭഗവാൻ പാരദർശക അഥാപഭാഷേ ഭഗവാൻ നാരദോ മുനി സത്തമ. അപാരേ സമുദ്രത്തിൽ, കരയില്ലാത്ത സമുദ്രത്തിൽ, കർണധാര ഇവ കപ്പൽക്കാരനെന്ന പോലെ. ഭഗവാൻ നിന്തിരുവടി പാരദർശക കര കാട്ടിത്തരുന്നവൻ. അപാരമായ ഈ ദുഃഖസമുദ്രത്തെ കടത്തിവിടുന്ന കർണധാരനായിട്ട് അങ്ങയെ ഇപ്പോൾ കിട്ടിയത് ഭാഗ്യമായി കരുതുന്നു. അഥാ അനന്തരം മുനിസത്തമ മുനിശ്രേഷ്ഠനും ഭഗവാൻ മഹിമയുള്ളവനുമായ നാരദർ ആബഭാഷേ പറഞ്ഞു. അപാരമായ ഈ ദുഃഖസമുദ്രത്തെ കടത്തിവിടുന്ന കർണധാരനായിട്ട് അങ്ങയെ ഇപ്പോൾ സിദ്ധിച്ചത് ഭാഗ്യമെന്ന് കരുതുന്നു എന്നാണ് ധർമ്മപുത്രർ പറഞ്ഞത്. ആദ്യമേ തന്നെ പരമാർത്ഥം അറിയിച്ചാൽ യുധിഷ്ഠിര മഹാരാജാവ് ദുഃഖം സഹിക്കാൻ കഴിയാതെ മൂർച്ഛിച്ചു വീഴുമെന്ന് മനസ്സിലാക്കിയ
ഭഗവാൻ നാരദ മഹർഷി ശോകത്തെ ഒന്ന് ശമിപ്പിക്കുവാനായി ലോക സ്വഭാവത്തെ പറയുകയാണ്. അടുത്ത ശ്ലോകം 40 ശ്രദ്ധിക്കൂ. മഹാകഞ്ചന ശുചോരാജൻ യദീശ്വരവശം ജഗൽ ലോകാസപാലായസ്യേമേ വഹന്തി ബലിമീഷിതു സസംയുനക്തി ഭൂതാനി സയേവ വിയുനക്തി ച. രാജൻ, ഹേ രാജാവേ, കഞ്ചന ആരെക്കുറിച്ചും മാശുജഹ ദുഃഖിക്കേണ്ട. യൽ എന്തുകൊണ്ടെന്നാൽ ജഗത്ത് ലോകം ഈശ്വര വശം ദൈവാധീനം, ദൈവത്തിന് അധീനമായിട്ടുള്ളതാണ്. ഈശിതു ഈശ്വരനായ യസ്യ യാതൊരുത്തൻ സപാലാഹ രക്ഷകന്മാരോടുകൂടിയ ഇമേ ലോകാഹ ഈ ലോകങ്ങൾ ബലിം ബലിയെ വഹന്തി സമർപ്പിക്കുന്നു സ അവൻ ഭൂതാനി ഭൂതങ്ങളെ സംയുനക്തി സംയോജിപ്പിക്കുന്നു സയേവ അവൻ തന്നെ വിയുനക്തി ച വേർപെടുത്തുകയും ചെയ്യുന്നു. മുനികളിൽ വെച്ച് അത്യുത്തമനായ ഭഗവാൻ നാരദ മഹർഷി പറയുന്നു, ഹേ രാജാവേ, അങ്ങ് ആരെക്കുറിച്ചും വ്യസനിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ ഈ ലോകം മുഴുവനും ദൈവത്തിന് അധീനമായിട്ടല്ലയോ ഇരിക്കുന്നത്. ഈശ്വരനായിരിക്കുന്ന യാതൊരുവന് ഇന്ദ്രാദി ലോകപാലന്മാരോടുകൂടിയ ഈ ലോകം മുഴുവനും പൂജാദ്രവ്യങ്ങളെ സമർപ്പിക്കുന്നു. അവൻ ഭൂതങ്ങളെ അന്യോന്യം യോജിപ്പിക്കുന്നു. അവൻ തന്നെ അവരെ വേർപെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ശ്ലോകം 41. യഥാഗാവോ നസി പ്രോദാഹ തന്ത്യാം ബദ്ധാഹ സ്വദാമഭി വാക്തന്ത്യാം നാമഭിർബദ്ധാ വഹന്തി ബലിമീഷിതുഹു. ഗാവ കാളകൾ നസി നാസികയിൽ പ്രോദാഹ തുളയ്ക്കപ്പെട്ടവയായിട്ട് തന്ത്യാം തന്തിയിൽ ചരടിൽ സ്വദാമഭി അവയുടെ കയറുകൾ കൊണ്ട് ബദ്ധാ യഥാ ബന്ധിക്കപ്പെട്ടവയായിട്ടെന്ന പോലെ വാക്ക് തന്ത്യാം വാക്കാകുന്ന തന്തിയിൽ നാമഭി നാമങ്ങൾ കൊണ്ട് ബദ്ധാഹ ബന്ധിക്കപ്പെട്ടവർ ഈശിതു ഈശ്വരന് ബലിയും ബലിം ബലിയെ വഹന്തി വഹിക്കുന്നു. മൂക്കുതുളച്ച് കയർ കോർത്ത് അതിന്മേൽ നീളമുള്ള കയറിട്ട് വാഹനങ്ങളിൽ ചേർത്തി കയർ കയ്യിൽ പിടിച്ചിരിക്കുന്ന യജമാനൻ കാളകളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് പോലെ വേദമാകുന്ന തന്തിയിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ബ്രഹ്മചാരി എന്നുള്ള നാമഭേദങ്ങൾ കൊണ്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന പ്രാണികളെ കൊണ്ട് ഈശ്വരൻ അതാത് പ്രവൃത്തികളെ എടുപ്പിക്കുന്നു. അതായത് മൂക്ക് തുളച്ച് കയർ കോർത്ത് അതിന്മേൽ നീളമുള്ള കയറിട്ട് ബന്ധിച്ച് യജമാനൻ വണ്ടിക്കാളുകളെ നിയന്ത്രിക്കുന്നത് പോലെ വേദമാകുന്ന ചരടിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, ബ്രഹ്മചാരി
എന്നീ നാമഭേദങ്ങളൊക്കെ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ജീവികളെ കൊണ്ട് ഈശ്വരൻ ഓരോരോ ജോലികൾ എടുപ്പിക്കുന്നു. അടുത്ത ശ്ലോകം 42. യഥാ ക്രീഡോപസ്കരാണം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡിതു സ്യാദാം തഥൈവേശേച്ഛയാ നൃണം. ക്രീഡിതു കളിക്കുന്നവന്റെ ഇച്ഛയാ ഇച്ഛ കൊണ്ട് ഇഹ ഇവിടെ ക്രീഡോപസ്കരാണം കളിക്കോപ്പുകളുടെ സംയോഗ വിഗമവും യഥാ സംയോഗവും വിയോഗവും ഏതുവിധമോ തഥാ ഏവ അപ്രകാരം തന്നെ ഈശേച്ഛയാ ഈശ്വരേച്ഛ കൊണ്ട് നൃണാം മനുഷ്യരുടെയും സ്യാദാം ഭവിക്കും. കളിക്കുന്നവന്റെ ഇച്ഛാനുസരണം കളിക്കോപ്പുകൾ കൊണ്ടു കളിക്കോപ്പുകൾ തമ്മിൽ ചേർച്ചയും അകൽച്ചയും ഉണ്ടാകുന്നത് പോലെ മനുഷ്യർക്ക് തമ്മിൽ സംയോഗവും വിയോഗവും അവരെ കൊണ്ട് പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന കളി നടത്തുന്ന ഈശ്വരന്റെ ഇച്ഛ പോലെ ഭവിക്കും. ശ്ലോകം 43. യന്മന്യസേ ധ്രുവം ലോകം അധ്രുവം വാ ന ചോഭയം സർവഥാ നഹി ശോച്യാസ്തേ സ്നേഹാദന്യത്ര മോഹജാൽ. ലോകം ലോകത്തെ ധ്രുവം നാശമില്ലാത്തതെന്നോ അധ്രുവം നശിക്കുന്നതെന്നോ ഉഭയം നച്ച രണ്ടുമല്ലെന്നോ മന്യസേയൽ വിചാരിക്കുന്നുവെങ്കിൽ തേ അവർ മോഹജാൽ മോഹത്തിൽ നിന്നു ജനിച്ച സ്നേഹാത് അന്യത്ര സ്നേഹം കൊണ്ടല്ലാതെ സർവഥാ സകലം കൊണ്ടും നഹി ശോച്യാഹ ശോച്യന്മാരല്ല. ലോകം ഈശ്വരാധീനമാകയാൽ ആരെക്കുറിച്ചും ക്ലേശിക്കാനില്ല എന്നൊരു പക്ഷം ആദ്യം പറഞ്ഞു. ലോകതത്വത്തെ ചിന്തിച്ചാലും ക്ലേശിക്കാൻ അവകാശമില്ലെന്ന് ഈ ശ്ലോകം കൊണ്ട് കാണിക്കുന്നു. ഹേ രാജാവേ, അങ്ങ് ഈ ലോകം നശിക്കാത്തതാണെന്നോ നശിക്കുന്നതാണെന്നോ രണ്ടു വിധത്തിലും ഉള്ളതല്ല, അനിർവാച്യമാണെന്നോ ശുദ്ധ ബ്രഹ്മ രൂപമാണെന്നോ ഏതു വിധം വിചാരിച്ചാലും അത് അതിന്റെ സ്വഭാവമാകയാൽ ആരെക്കുറിച്ചും ക്ലേശിക്കാൻ അവകാശമില്ല. തത്വത്തെ അറിയായിക നിമിത്തമുണ്ടാകുന്ന സ്നേഹം മാത്രമാണ് ശോകത്തിന് കാരണം. ലോകത്തെ ദേഹരൂപമായി കാണുമ്പോൾ നശ്വരം, ജീവനായിട്ട് കാണുമ്പോൾ ധ്രുവം നശിക്കാത്തത്, രണ്ടുമല്ലെന്ന് കാണുമ്പോൾ ചിത്തിന്റെയും ജഡത്തിന്റെയും അംശമുള്ളതിനാൽ രണ്ടുമല്ലെന്ന് ഓർക്കുന്നതായാൽ അനിർവാച്യം. ശുദ്ധ ബ്രഹ്മം മാത്രമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കണ്ടാൽ സത്യസ്വരൂപം. ഈ നാലു പക്ഷങ്ങളിലും ശോക കാരണമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകം നശിക്കാത്തതാണെന്നോ നശിക്കുന്നതാണെന്നോ രണ്ടു വിധത്തിലും ഉള്ളതല്ല, നിർവചിക്കാനാകാത്തതാണെന്നോ അതല്ല ശുദ്ധ ബ്രഹ്മമാണെന്നോ ഏതു വിധത്തിൽ വിചാരിച്ചാലും അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് ക്ലേശിക്കേണ്ടതില്ല. മോഹത്തിൽ നിന്ന് ജനിച്ച സ്നേഹം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ദുഃഖിക്കാൻ അവകാശമില്ല.
അടുത്ത ശ്ലോകം 44. തസ്മാൽ ജഹ്യംഗ വൈക്ലവ്യം അജ്ഞാനകൃതമാത്മന കഥം ത്വനാഥാ കൃപണാ വർത്തേരൻ തേ ച മാം വിനാ. തസ്മാൽ അത് ഹേതുവായിട്ട്, അത് കാരണമായിട്ട്, അംഗ ഹേ പൂജ്യ, അനാഥ നാഥനില്ലാത്തവരും കൃപണാഹ ദുഃഖിതന്മാരുമായ തേ അവർ, മാം വിന എന്നെ കൂടാതെ, കഥം തു എങ്ങനെ, വർത്തേരൻ വർത്തിക്കും എന്ന ആത്മന ആത്മാവിന്റെ അജ്ഞാനകൃതം അറിവില്ലായ്മ നിമിത്തമുണ്ടായ വൈക്ലവ്യം ദുഃഖത്തെ ജഹി ത്യജിച്ചാലും. അതുകൊണ്ട് അല്ലയോ രാജാവേ, ദുഃഖിതന്മാരും അഗതികളുമായ എൻ്റെ മാതാപിതാക്കന്മാർ എൻ്റെ സഹായം കൂടാതെ എങ്ങനെ ജീവിക്കും എന്നിങ്ങനെ അറിവില്ലായ്മ നിമിത്തമുണ്ടായ പാരവശ്യത്തെ ഉപേക്ഷിച്ചാലും. ശ്ലോകം 45 അടുത്തത്. കാലകർമ്മ ഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതിക കഥമന്യാംസ്തു ഗോപായേൽ സർപ്പഗ്രസ്തോ യഥാപരം. കാലകർമ്മ ഗുണാധീന, കാലം കർമ്മം ഗുണം ഇവക്കധീനമായും പാഞ്ചഭൗതിക പഞ്ചഭൂത വികാരമായുമിരിക്കുന്ന അയം ദേഹ ഈ ശരീരം, സർപ്പഗ്രസ്ത സർപ്പത്താൽ ഗ്രസിക്കപ്പെട്ടവൻ, അപരം യഥാ അന്യനെ ഏതുവിധമോ അതുപോലെ, അന്യന്മാരെ കഥം എങ്ങനെ ഗോപായേൽ രക്ഷിക്കും. ഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ ഭേദിപ്പിച്ച് ക്ഷോഭത്തെ ജനിപ്പിക്കുന്ന ശക്തിവിശേഷമായ കാലം ജീവന്മാരുടെ ജന്മാന്തരകൃത പുണ്യപാപം, ആ പാപരൂപമായ കർമ്മം, സത്വാദി ഗുണങ്ങളാകുന്ന ഉപാദാനം ഇവക്കധീനമായിരിക്കുന്ന പൃഥിവ്യാദി പഞ്ചഭൂതങ്ങളുടെ സംയോഗം കൊണ്ടുണ്ടാകുന്നതും വിയോഗം കൊണ്ടു നശിക്കുന്നതുമായ ഒരു ശരീരം, അതുപോലെയുള്ള മറ്റൊരു ശരീരത്തെ അതിന്റെ നാശത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കും? സർപ്പത്തിന്റെ വായിൽ, ഒരു പാമ്പിന്റെ വായിൽ കുടുങ്ങിയിരിക്കുന്ന ഒരുവൻ അതുപോലെയുള്ള മറ്റൊരുത്തനെ രക്ഷിക്കാൻ ശക്തനാകുമോ? അതുപോലെ പിതാക്കന്മാരെ രക്ഷിക്കാൻ ശക്തനാണ് അങ്ങെന്ന വിചാരത്തെ, അല്ലെങ്കിൽ ആ വിചാരം തന്നെ അർത്ഥശൂന്യമല്ലയോ? ഇവിടെ ജീവിതത്തിന്റെ നശ്വരതയെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം മറ്റൊന്നുമല്ല, യുധിഷ്ഠിര മഹാരാജാവ് പിതാക്കന്മാരെ കാണാഞ്ഞിട്ട് ദുഃഖിതനാണ്. ഈ കാലം കർമ്മം ഗുണം എന്നിവയ്ക്ക് അധീനമായതും പഞ്ചഭൂതങ്ങളുടെ സംയോഗം കൊണ്ടുണ്ടായതുമായ ഈ ദേഹം സർപ്പത്തിന്റെ വായിൽ അകപ്പെട്ട ഒരുവൻ അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരുത്തനെ, അല്ലെങ്കിൽ അതുപോലെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരുത്തനെ രക്ഷിക്കാൻ ശക്തനാകുമോ? സർവരും മരണമാകുന്ന സർപ്പത്തിന്റെ വായിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ധർമ്മപുത്രക്ക് മാതാപിതാക്കളെ രക്ഷിക്കാൻ സാധിക്കുമോ? നമ്മൾ മുൻപൊരു തവണ സൂചിപ്പിച്ചതാണ്. ഒരു പാമ്പിന്റെ വായിൽ പകുതിയോളം വിഴുങ്ങിയിരിക്കുകയാണ് തവള. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി നിലവിളിക്കുന്നു. കുളത്തിലാണ് ഉള്ളത്. അപ്പോഴാണ് കുളത്തിന്റെ മറുഭാഗത്ത് മറ്റൊരു പാമ്പിന്റെ വായിൽ തവള പകുതി വിഴുങ്ങിയിട്ട് കാണുന്നു. ആ തവള ഇതിനോട് പറയുന്നു, ഞാൻ ഇറങ്ങിയ ഉടനെ നിന്നെ രക്ഷിക്കാമെന്ന് പറയുന്നു. എങ്ങനെ വിശ്വസിക്കും?
മരണമാകുന്ന ആ കാലസർപ്പത്തിന്റെ വായിൽ അകപ്പെട്ടവൻ മറ്റൊരാളെ എങ്ങനെയാണ് രക്ഷിക്കുക? അങ്ങും അതുപോലെയല്ലേ യുധിഷ്ഠിര മഹാരാജാവേ? പിന്നെ എങ്ങനെയാണ് രക്ഷിക്കുക? അടുത്ത ശ്ലോകം 46. അഹസ്താനി സഹസ്താനാം അപദാനി ചതുഷ്പദാം ഫൽഗൂനി തത്ര മഹദാം ജീവോ ജീവസ്യ ജീവനം. കൈകളുള്ള മനുഷ്യർ മുതലായവർക്ക് കൈകളില്ലാത്ത പശുക്കൾ തുടങ്ങിയവയും നാൽക്കാലികൾക്ക് തൃണം മുതലായവയും മഹാഭൂതങ്ങളായ രാക്ഷസാദികൾക്ക് മനുഷ്യർ തുടങ്ങിയ അല്പഭൂതങ്ങളും ആഹാരപദാർത്ഥമായിട്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് സർവപ്രാണിവർഗവും പ്രാണികൾക്ക് തന്നെ ആഹാരമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഉപജീവന ദ്രവ്യം സുലഭമായി വച്ചിരിക്കുന്നു. അതിനാൽ ആരെ രക്ഷിക്കണം? ഇവിടെ അന്വയം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സഹസ്താനാം കൈകളോടുകൂടിയവർക്ക്, അഹസ്താനി കൈകളില്ലാത്തവയും, ചതുഷ്പദാം നാലുകാലുകളുള്ളവർക്ക്, അപദാനി കാലുകളില്ലാത്തവയും, തത്ര അതിൽ തന്നെ, മഹദാം മഹത്തുക്കളായവർക്ക്, ഫൽഗൂനി തുച്ഛങ്ങളായവയും, ജീവസ്യ ജീവന്, ജീവഹ ജീവൻ, ജീവനം വൃത്തിദ്രവ്യം. അതായത് ഇപ്പോ കൈകളില്ലാത്ത മൃഗങ്ങൾ മുതലായവ, കൈകളുള്ള മനുഷ്യർ മുതലായവർക്കും, നാലുകാലുകളുള്ള പശുവാദികൾക്ക്, തൃണാം മുതലായവ പുല്ല് മുതലായുള്ളവയും, മഹാഭൂതങ്ങളായ രാക്ഷസാദികൾക്ക്, അല്പഭൂതങ്ങളായ മനുഷ്യർ മുതലായവയും ആഹാരപദാർത്ഥങ്ങളായിട്ട് ദൈവത്താൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നില്ല. ആയതുകൊണ്ട് സർവപ്രാണിവർഗവും പ്രാണിവർഗനത്തിനു തന്നെ ആഹാരമായിട്ടാണ് ഇരിക്കുന്നത്. മൃത്യു സഞ്ചാരം സർവസമയത്തും സർവദിക്കിലും സുലഭമായിട്ടിരിക്കുന്നു എന്ന് സാരം. ഉപജീവന ദ്രവ്യം എങ്ങും ഏവർക്കും സുലഭമായിരിക്കുന്നു. ആരെയും രക്ഷിക്കേണ്ടതില്ല എന്ന് സാരം. ശ്ലോകം 47. തദിദം ഭഗവാൻ രാജൻ ഏക ആത്മാത്മനാം സുദൃക് അന്തരോനന്തരോ ഭാതി പശ്യതം മായയോരുധാ. ഹേ രാജൻ, ഹേ രാജാവേ, രാജൻ, തദിദം ഇത്, ആത്മനാം ആത്മാക്കളുടെ, ആത്മാവും, സുദൃക് സ്വയമേവ പ്രകാശിക്കുന്നവനും, അന്തര ഉള്ളിലുള്ളവനും, അനന്തര പുറത്തുള്ളവനും, ഏകനുമായ ഭഗവാൻ ഈശ്വരൻ തന്നെ മായ കൊണ്ട് ഉരുധ ബഹുവായിട്ട് ഭാതി ശോഭിക്കുന്നു. തം അവനെ പശ്യ കണ്ടാലും. അജ്ഞാനം നിമിത്തം ലോകം ബഹുരൂപമായി കാണപ്പെടുന്നുവെങ്കിലും അത് വാസ്തവമല്ല എന്ന തത്വത്തെ ബോധിപ്പിക്കുന്നു. ഹേ രാജാവേ, കൈകളുള്ളവ ഇല്ലാത്തവ ഭക്ഷിക്കുന്നവൻ, ഭക്ഷണ പദാർത്ഥം വലുത് ചെറുത് എന്നീ ബഹുവിധ രൂപേണ അറിവില്ലാത്തവരുടെ ദൃഷ്ടിക്ക് തോന്നുന്ന ഈ ലോകം സർവപ്രാണികളുടെ ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവും ഉപാധി സംബന്ധം കൂടാതെ സ്വതേ വിളങ്ങുന്നവനും, ഉള്ളിലും പുറത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നവനും, ഭക്ഷിക്കുന്നവൻ ഭക്ഷണ പദാർത്ഥം എന്ന ഭേദം കൂടാതെ ഏകാകാരനായി സർവത്ര വിളങ്ങുന്നവനുമായ ഭഗവാൻ തന്നെയാകുന്നു. അനിർവാച്യയും സ്വശക്തിയുമായ മായ കൊണ്ട് ബഹുരൂപനായിട്ട് പ്രകാശിക്കുന്നു. ഏകനായിരിക്കുന്ന ആ പരമാത്മാവിനെ സൂക്ഷിച്ചറിഞ്ഞുകൊള്ളുക.
അപ്പോൾ ഞാൻ രക്ഷിക്കുന്നവൻ, അവർ എന്നാൽ രക്ഷിക്കപ്പെടുന്നവർ എന്നിങ്ങനെ നാനാവിധമായി തോന്നുന്ന മോഹത്തിൽ നിന്ന് മുക്തനായിട്ട് വരും. അല്ലയോ രാജാവേ, ഇത് ആത്മാക്കളുടെ ആത്മാവും സ്വയം പ്രകാശിക്കുന്നതും സകല പ്രാണികളുടെയും അകത്തും പുറത്തുമുള്ളവനും ഏകനുമായ ഭഗവാൻ തന്നെ മായ കൊണ്ട് ബഹുവായിട്ട് ശോഭിക്കുന്നു. ആ പരമാത്മാവിനെ കണ്ടറിഞ്ഞാലും എന്ന് ചുരുക്കം. അടുത്ത ശ്ലോകം 48. സോയമദ്യ മഹാരാജ ഭഗവൻ ഭൂതഭാവന കാലരൂപോപതീർണോസ്യാം അഭാവായ സുരദ്വിഷാം. മഹാരാജാവേ, ഭൂതഭാവന ഭൂതങ്ങളെ അനുഗ്രഹിക്കുന്നവനും കാലസ്വരൂപനുമായ അയം ഭഗവാൻ, ഈ ഭഗവാൻ സുരദ്വിഷാം ദേവന്മാരെ ദ്വേഷിക്കുന്നവരുടെ അഭാവായ നാശത്തിനായിക്കൊണ്ട് അദ്യ ഇപ്പോൾ അസ്യാം ഇതിൽ അവതരിച്ചിരിക്കുന്നു. ഇപ്രകാരം മഹാമായാവിയായ ആ ഈശ്വരൻ എവിടെയുണ്ട് എന്ന് ഉപദേശിക്കുകയാണ്. സർവപ്രാണികളെയും അനുഗ്രഹിക്കുവാനായിട്ട് സൃഷ്ടിയാദി ലീലകളെ നടത്തുന്ന കാലസ്വരൂപനായ ആ ഭഗവാൻ ഈ ഭൂമിയിലുള്ള ദുർജനങ്ങളെ നശിപ്പിക്കാനായിക്കൊണ്ട് അവതരിച്ചിട്ടുണ്ട്. ദ്വാരകയിൽ ശ്രീകൃഷ്ണ രൂപേണ വിളങ്ങുന്നത് ആ ഭഗവാനാകുന്നുവെന്ന് അഭിപ്രായം. അടുത്ത ശ്ലോകം 49. നിഷ്പാദിതം ദേവകൃത്യം അവശേഷം പ്രതീക്ഷതേ താവദ്യൂയമവേക്ഷധ്വം ഭവേത് യാവദിഹേശ്വര. ദേവകൃത്യം ദേവന്മാർക്കു വേണ്ടി ചെയ്യേണ്ടതായ പ്രവൃത്തി നിഷ്പാദിതം ചെയ്യപ്പെട്ടു. അവശേഷം ശിഷ്ടമുള്ളതിനെ, ബാക്കിയുള്ളതിനെ പ്രതീക്ഷതയെ പ്രതീക്ഷിക്കുന്നു. ഈശ്വരൻ യാവത് ഇഹ ഭവേൽ, ഏതുവരെ ഇവിടെ ഉണ്ടാകുമോ, താവൽ അപ്പോഴേക്ക് യൂയം നിങ്ങളും അപേക്ഷധ്വം കണ്ടുകൊള്ളുവിൻ. എന്നാൽ ശ്രീകൃഷ്ണൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാശ്വസിക്കണ്ട എന്ന് ഉപദേശിക്കുകയാണ് ഇവിടെ. അവതാര പ്രയോജനമായ ദേവകാര്യം, അസുര സംഹാരം സാധിക്കപ്പെട്ടു. ഇനി അല്പമായ ഭാരമുണ്ട്, യദുകുലം എന്ന് സാരം. അതിനെ സംഹരിപ്പാൻ ആലോചിക്കുന്നുണ്ട്. സംഹരിച്ചു കഴിഞ്ഞുവെങ്കിലും അപ്രിയ വർത്തമാനം നാരദനും വെളിപ്പെടുത്തിയില്ല. അതായത് യദുകുല സംഹാരം കഴിഞ്ഞു, പക്ഷെ ആ കഴിഞ്ഞ വിവരം ഇഷ്ടപ്പെടുന്നതല്ലല്ലോ. അതുകൊണ്ട് നാരദൻ അത് വെളിപ്പെടുത്താതെ യുധിഷ്ഠിര മഹാരാജന് അവനോട് പറയുന്നതാണ് ഇവിടുത്തെ രംഗം. ആ കൃത്യം കഴിഞ്ഞാൽ അവതാര സ്വരൂപത്തെ ഉപേക്ഷിച്ച് സ്വസ്ഥാനത്തെ പ്രാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ ഈ ലോകത്തെ വിട്ടുപോകുന്നതിനു മുമ്പ് നിങ്ങളും നിങ്ങളുടെ മാർഗത്തെ അന്വേഷിച്ചുകൊള്ളുവിൻ. പിതാക്കന്മാരായ ധൃതരാഷ്ട്രരും വിതുരരും പോയ വഴിക്ക് പുറപ്പെട്ടു പോയിക്കൊള്ളുവിൻ എന്ന് സാരം. അടുത്ത ശ്ലോകം 50. ധൃതരാഷ്ട്രസഹ ഭ്രാത്ര ഗാന്ധാര്യാജ സ്വഭാര്യയാ ദക്ഷിണേന ഹിമവത ഋഷീണാം ആശ്രമം ഗതഃ. ഭ്രാതാവിനോടും സ്വഭാര്യയാ തന്റെ ഭാര്യയായ ഗാന്ധാര്യാച സഹ ഗാന്ധാരിയോടും കൂടെ ധൃതരാഷ്ട്രർ ഹിമവന്റെ ദക്ഷിണേന തെക്കുകൂടെ ഋഷീണാം ഋഷികളുടെ ആശ്രമത്തെ ഗതഃ പ്രാപിച്ചു. മുകളിൽ ഉപദേശിച്ച രീതിയിൽ ദുഃഖത്തെയും സ്നേഹ വ്യാകുലതയെയും ശാന്തിപ്പെടുത്തിയ ശേഷം അറിവാൻ ആഗ്രഹിച്ചിരിക്കുന്നതിനെ അറിയിക്കുന്നു. ധൃതരാഷ്ട്രർ
അനുജനായ വിതുരരും ഭാര്യയായ ഗാന്ധാരിയും ഒരുമിച്ച് ഹിമവൽ പർവ്വതത്തിന്റെ തെക്കുഭാഗത്തുകൂടെ ഋഷികളുടെ ആശ്രമത്തിലേക്ക് പോയിരിക്കുന്നു, വടക്കോട്ട് പോയിരിക്കുന്നുവെന്ന് സാരം. ശ്ലോകം 51. സ്രോതോഭിസപ്തഭിർയാവൈ സുർധുനി സപ്തധാവ്യധാൽ സപ്താനാം പ്രീതയേ നാനാ സപ്തസ്രോത പ്രജക്ഷതേ. യാവൈ സുർധുനി, പ്രസിദ്ധമായ അല്ലെങ്കിൽ പ്രസിദ്ധയായ യാതൊരു സ്വർനദി, സ്വർധുനി സ്വർനദി, സ്വർഗത്തിലെ നദി, സ്വർനദി, നാനാ പ്രത്യേകം പ്രത്യേകം സപ്താനാം 7 പേരുടെ പ്രീതയെ പ്രീതിക്കായിക്കൊണ്ട് സപ്തഭി സ്രോതോഭി 7 സ്രോതസ്സുകൾ കൊണ്ട് സപ്തധാ 7 വ്യഥാൽ വിഭജിച്ചു. സപ്തസ്രോതസ് എന്ന് പ്രജക്ഷതേ. ഹിമവൽ പർവ്വതത്തിൽ ഏതു ഭാഗത്താണ് പോയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പ്രവഹിച്ച പ്രസിദ്ധയായ ഗംഗാനദി സപ്തഋഷികളിൽ ഓരോരുത്തരെയും പ്രീതിപ്പെടുത്തുവാനായി 7 പ്രവാഹങ്ങളായി പിരിഞ്ഞൊഴുകുന്ന സ്ഥലം ഏതോ അവിടെ ചെന്നിരിക്കുന്നു. ആ സ്ഥാനത്തിന് സപ്തസ്രോതസ് എന്നാണ് പേര്. അടുത്ത ശ്ലോകം 52. സ്നാത്വാനുസവനം തസ്മിൻ ഹുത്വാ ചാഗ്നിൻ യഥാവിധി അഭക്ഷൗപശാന്താത്മാ സ ആസ്തേ വിഗതൈഷണഃ. തസ്മിൻ അതിൽ, അനുസവനം സന്ധ്യതോറും, സ്നാത്വാ സ്നാനം ചെയ്തിട്ട്, യഥാവിധി വിധിപ്രകാരം, അഗ്നീൻ അഗ്നികളെ, ഹുത്വാ ഹോമിച്ചിട്ട്, അഭക്ഷ ജലം മാത്രം ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നവനും, ഉപശാന്താത്മാ ഉപശാന്തമായ മനസ്സോടുകൂടിയവനും, വിഗതൈഷണ ഏഷണകളെ ഉപേക്ഷിച്ചവനുമായിട്ട് സഹ അവൻ ആസ്തേ ഇരിക്കുന്നു. അവിടെ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നതിന് കാണിക്കുകയാണ്. സപ്തസ്രോതസ് എന്നു പേരായ ആ തീർത്ഥത്തിൽ പ്രാതസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ എന്നീ 3 കാലങ്ങളിലും സ്നാനം, അഗ്നിഹോത്രം മുതലായ നിയമങ്ങളെ അനുഷ്ഠിച്ചും തീർത്ഥ ജലം മാത്രം ആഹാരമായി ഉപയോഗിച്ചും മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് അടർത്തിയും പുത്രാദികളെ കുറിച്ചുണ്ടാകുന്ന സ്നേഹരൂപമായ ഏഷണാത്രയത്തെ അടക്കുന്നതുമായ യമാദികളെ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു. ധനം, പുത്രൻ, ഭാര്യ, ഇതാണ് ഏഷണ ത്രയം. ഇവരിലുള്ള സ്നേഹാതിശയത്തെ ഏഷണ എന്ന് പറയുന്നു. ധനം, പുത്രൻ, ഭാര്യ, ധനം, മക്കള്, ഭാര്യ, ഇതാണ് ഏഷണ. ഏഷണാത്രയം എന്നൊക്കെ പറയുന്നത് ഇതാണ്. അടുത്ത ശ്ലോകം 53. ജിദാസനോ ജിദശ്വാസ പ്രത്യാഹൃത ഷഡിന്ദ്രിയ ഹരിഭാവനയാധ്വസ്തരജസത്വതമോമല. ജിദാസന ജയിക്കപ്പെട്ട ആസനങ്ങളോടും, ജിദശ്വാസ ജയിക്കപ്പെട്ട ശ്വാസത്തോടും, പ്രത്യാഹൃത ഷഡിന്ദ്രിയ പ്രത്യാഹരിക്കപ്പെട്ട 6 ഇന്ദ്രിയങ്ങളോടും, ഹരിഭാവനയാ വിഷ്ണുവിന്റെ രൂപത്തെ ധ്യാനിക്കുന്നത് കൊണ്ട്, ധ്വസ്തരജസത്വതമോമല രജസ്, സത്വം, തമസ് എന്നീ ഗുണങ്ങളുടെ ക്ഷോഭം നിമിത്തമുള്ള മലത്തെ നശിപ്പിക്കപ്പെട്ടവനും ആയിരിക്കുന്നു. ആസനങ്ങളെ അഭ്യസിച്ച് സ്വാധീനപ്പെടുത്തിയും പ്രാണനെ നിരോധനം ചെയ്ത് പഴക്കിയും പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും അവയുടെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആത്മാവിൽ അടക്കിയും ശ്രീഹരി
ശ്രീഹരിയുടെ അംഗപ്രത്യംഗങ്ങളെ ഭാവിക്കുന്നതായ അഭ്യാസത്താൽ മനസ്സിന്റെ ലയം, വിക്ഷേപം, മൂഢം എന്നീ ദോഷങ്ങളെ അകറ്റിക്കൊണ്ടുമിരിക്കുന്നു. യമം, നിയമം എന്ന 2 സംഗതികളെ മുമ്പ് പറഞ്ഞു. ഇതിൽ ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നിവയെ വിവരിക്കുകയാണ്. അടുത്ത ശ്ലോകങ്ങൾ 2 ഒരുമിച്ച് പറയുന്നു. 2 ശ്ലോകങ്ങൾ 54, 55. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരമിവാംബരേ ധ്വസ്ത മായാഗുണോദർക്കോ നിരുദ്ധകരണാശയ നിവർത്തിതാഖിലാഹാര ആസ്ഥേ സ്ഥാണുരിവാചല തസ്യാന്തരായോ മൈവാഭൂ സംന്യസ്താഖില കർമ്മണ. ശ്രദ്ധിക്കുക എല്ലാവരും. ആത്മാനം മനസ്സിനെ വിജ്ഞാനാത്മനി വിജ്ഞാനരൂപമായ ആത്മാവിൽ ബുദ്ധിയിൽ സംയോജ്യ യോജിപ്പിച്ചിട്ട് തം അവനെ വിജ്ഞാനാത്മാവിനെ ക്ഷേത്രജ്ഞനിൽ ദ്രഷ്ടാവിൽ പ്രവിലാപ്യ ലയിപ്പിച്ചിട്ട് തം ച അവനെയും ആധാരേ ബ്രഹ്മണി ആശ്രമം എന്നു പേരുള്ള ബ്രഹ്മത്തിൽ ഘടാംബരം ഘടാകാശത്തെ അംബരേ ഇവ ആകാശത്തിൽ എന്ന പോലെ പ്രവിലാപ്യ ലയിപ്പിച്ചിട്ട് ധ്വസ്തമായാഗുണോദർക്ക ധ്വംസിക്കപ്പെട്ട മായാഗുണങ്ങളുടെ ഫലമായ വാസനയോടുകൂടിയവനായിട്ട് നിരുദ്ധകരണാശയ നിരോധിക്കപ്പെട്ട കരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ആശയം, മനസ്സ് എന്നിവയോട് കൂടിയവനായിട്ട് നിവർത്തിത അഖിലാഹാര നിവർത്തിക്കപ്പെട്ട സകലങ്ങളായ ആഹാരങ്ങളോടും കൂടിയവനായിട്ട് അച്ചലഹ ഇളക്കമില്ലാത്തതായ സ്ഥാണു ഇവ കുറ്റി എന്ന പോലെ ആസ്തേ ഇരിക്കുന്നു. സംന്യസ്ത അഖില കർമ്മണ സന്യസിച്ച സകല കർമ്മങ്ങളോടുകൂടിയ തസ്യ അവന് അന്തരായ വിഘ്നമായിട്ട് മാ അഭൂ ഏവ ഭവിക്കരുത്. അതായത് സമാധി നിഷ്ഠയെ പറയുകയാണ് ഇവിടെ. ധ്യാനാദികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ അഹങ്കാരത്തിന്റെ ഉപാധിയായ സ്ഥൂലദേഹത്തിൽ നിന്ന് പുറമേയുള്ള ഈ കാണുന്ന ദേഹത്തിൽ നിന്ന് വിടർത്തിയിട്ട് അറിവിന്റെ അംശമായ ബുദ്ധിയിൽ യോജിപ്പിക്കുന്നു. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിട്ടുള്ള ഒരു ഭാഗം. ആ ബുദ്ധിയെ ദൃശ്യാംശത്തിൽ നിന്ന് ഉപസംഹരിച്ച് ദ്രഷ്ടാവായിരിക്കുന്ന ആത്മാവിൽ ലയിപ്പിച്ച് ആ ആത്മാവിലുള്ള ദ്രഷ്ടാവ് എന്നുള്ള അംശത്തെ അതിൽ നിന്ന് നീക്കിയ ശേഷം ഘടാകാശത്തെ അതിനാശ്രയമായിരിക്കുന്ന മഹാകാശത്തിൽ യോജിപ്പിക്കുന്നത് പോലെ ക്ഷേത്രജ്ഞാത്മാവിനെ അതിനാശ്രയമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ലയിപ്പിച്ച് മായാഗുണങ്ങളുടെ ക്ഷോഭത്തിന് കാരണമായിരിക്കുന്ന വാസനയെയും നശിപ്പിച്ച് ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിരോധിക്കയാൽ വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങൾ ചേരുക എന്നുള്ള വ്യാപാര സ്വരൂപമായ യാതൊരു ഭോഗങ്ങളുമില്ലാതെ ബഹിർഭാഗത്തിലോ യാതൊരു ഇളക്കവുമില്ലാതെ ധൃതരാഷ്ട്ര മഹാരാജാവിരിക്കുന്നു എന്നുള്ള ആ നിശ്ചല തത്വത്തെയാണ് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചല തത്വം. ആ നിശ്ചല തത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് മോക്ഷത്തിനുള്ള ആ മനസ്സിന്റെ നിശ്ചലാവസ്ഥയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. ശ്രദ്ധിക്കുക, കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിനെ ഈ അറിവിന്റെ രൂപമായ ആത്മാവിൽ സംയോജിപ്പിച്ചിട്ട് ആ വിജ്ഞാനാത്മാവിനെ ക്ഷേത്രജ്ഞനിൽ ലയിപ്പിച്ചിട്ട്
ആ ദ്രഷ്ടാവായ ക്ഷേത്രജ്ഞനെ ആധാരം എന്ന ബ്രഹ്മത്തിൽ ലയിപ്പിച്ചിട്ട് മായാഗുണങ്ങളുടെ ഫലമായ വാസനകളെ നശിപ്പിച്ചിട്ട് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിരോധിച്ചിട്ട് നിവർത്തിക്കപ്പെട്ട സകല ആഹാരങ്ങളോടും കൂടിയവനായി നിശ്ചലനായി മരക്കുറ്റി പോലെ ധൃതരാഷ്ട്രരിക്കുന്നു. എല്ലാ കർമ്മങ്ങളെയും സന്യസിച്ചിരിക്കുന്ന അവന് നിങ്ങൾ തടസ്സമായിട്ട് വരരുത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ഇനി അടുത്തത് സവാ അദ്യതനാൽ രാജൻ ഭരത പഞ്ചമേഹനി കളേബരം ഹാസ്യതി സ്വം തച്ച ഭസ്മീ ഭവിഷ്യതി. സവാ സഹ വാ അവനാകട്ടെ രാജൻ ഹേ രാജാവേ അദ്യതനാൽ ഇന്നു മുതൽ പരത പഞ്ചമേ അഹനി അഞ്ചാം ദിവസത്തിൽ സ്വം കളയബരം സ്വം കളയബരം രണ്ടു തരത്തിലും പറയാറുണ്ടെന്ന് നമ്മൾ പലതവണ പറഞ്ഞതാണ്. കളയബരം കളയബരം എന്നാണ് പൊതുവെ പറയാറുള്ളത്, അതുകൊണ്ട് അങ്ങനെ തന്നെ എടുക്കുക. സ്വം കളയബരം സ്വന്തം ശരീരത്തെ ഹാസ്യതി ഉപേക്ഷിക്കും. തത് ച അതും ഭസ്മീ ഭവിഷ്യതി ഭസ്മമായി പോകും. സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് പരമപദത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ആ ധൃതരാഷ്ട്ര മഹാരാജാവിന് തടസ്സമായി ഭവിക്കരുത്. ഇന്നു മുതൽ അഞ്ചാമത്തെ ദിവസം അദ്ദേഹം ശരീരത്തെ ഉപേക്ഷിക്കും, അത് ഭസ്മമായി ഭവിക്കുകയും ചെയ്യും. അടുത്ത ശ്ലോകം 57. ദഹ്യമാനേഗ്നിഭിർദേഹേ പത്യുപത്നീ സഹോടജേ ബഹിസ്ഥിതാ പതിം സാധ്വി തമഗ്നിമനുവേക്ഷ്യതി. സഹോടജേ പർണശാലയോടുകൂടെ പത്യു പതിയുടെ ദേഹേ ശരീരം അഗ്നിഭി അഗ്നികളാൽ ദഹ്യമാനെ ദഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബഹിസ്ഥിത പുറത്തു നിൽക്കുന്നവളും സാധ്വി പതിവ്രതയുമായ പത്നി ഭാര്യ പതിം അനു ഭർത്താവിനെ അനുസരിച്ച് തം അഗ്നിം ആ അഗ്നിയെ വേക്ഷ്യതി പ്രവേശിക്കും. യോഗാഗ്നിയും യാഗാഗ്നികളും പർണശാലകളെയും ഭർത്തൃ ശരീരത്തെയും ദഹിപ്പിക്കുന്ന സമയം പുറത്തു നിൽക്കുന്ന ഭാര്യയായ ഗാന്ധാരി പതിവ്രതാധർമ്മത്തെ അനുസരിച്ച് ഭർത്താവിനോടുകൂടെ ആ അഗ്നിയിൽ പ്രവേശിക്കും. അടുത്ത ശ്ലോകം വിദുരസ്തുതദാശ്ചര്യം നിശമ്യ കുരുനന്ദന ഹർഷശോകയുധ തസ്മാൽ ഗന്ധാ തീർത്ഥനിഷേവക. വിദുരസ്തു തദാശ്ചര്യം നിശമ്യ കുരുനന്ദന. കുരുനന്ദന ഹേ കുരുശ്രേഷ്ഠ. വിദുര തു വിദുരനാവട്ടെ ആശ്ചര്യം തൽ ആശ്ചര്യമായ അതിനെ നിശാമ്യ കണ്ടിട്ട് ഹർഷശോകയുധ സന്തോഷ സങ്കടങ്ങളോടുകൂടിയവനായിട്ട് തീർത്ഥനിഷേവക തീർത്ഥങ്ങളെ സേവിക്കുവാൻ ആഗ്രഹമുള്ളവനായിട്ട് തസ്മാൽ അതിൽ നിന്ന് ഗന്ധാഗമിക്കും. വിതുരരാകട്ടെ ഭ്രാതാവിന്റെ ആശ്ചര്യമായ ആ സദ്ഗതിയെ കണ്ടിട്ട് സന്തോഷവും മരണചിന്തയാൽ സങ്കടവും ഉള്ളവനായിട്ട് തീർത്ഥങ്ങളെ സേവിപ്പാനായിക്കൊണ്ട് ആ സ്ഥാനം വിട്ടുപോകും. അടുത്ത ശ്ലോകം 59. ഇത്യുക്ത്വാധാരുഹൽ സ്വർഗം നാരദ സഹതുംബുരു യുധിഷ്ഠിരോ വജസ്തസ്യ ഹൃദി കൃത്വാ ജഹാൽ ശുജ. സഹതുംബുരു നാരദഃ തുമ്പുരുവിനോടുകൂടിയ നാരദൻ ഇതി ഉക്കുതുവ ഇപ്രകാരം പറഞ്ഞിട്ട് അഥ പിന്നെ
സ്വർഗം ആരുഹൽ, സ്വർഗത്തെ ആരോഹണം ചെയ്തു, സ്വർഗത്തെ പ്രാപിച്ചു. തസ്യ വജഹ, അവന്റെ വാക്കിനെ ഹൃദി കൃത്വ, ഹൃദയത്തിൽ വെച്ചിട്ട് യുധിഷ്ഠിര ധർമ്മപുത്രൻ ശുച, ദുഃഖങ്ങളെ അജഹാൽ ഉപേക്ഷിച്ചു. ഇപ്രകാരം പറഞ്ഞ ശേഷം നാരദർ തുമ്പുരു സഹിതനായിട്ട് സ്വർഗത്തിലേക്ക് പോയി. യുധിഷ്ഠിരനാകട്ടെ നാരദവാക്യത്തെ മനസ്സിൽ ഉറപ്പിച്ച് പിതൃക്കളെ കുറിച്ചുണ്ടായ ദുഃഖങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതോടുകൂടി ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 13-ാം അധ്യായം സമർപ്പിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഈ ശ്രീമദ് ഭാഗവതത്തില് പ്രഥമ സ്കന്ധത്തില് 19 അധ്യായങ്ങളാണുള്ളത്. 1-ാമത്തെ സ്കന്ധത്തില് അതിൽ 13-ാമത്തെ അധ്യായമാണ് ഇതോടുകൂടി സമർപ്പിച്ചത്. 14, 15, 16, 17, 18, 19 ഇനി 6 അധ്യായങ്ങൾ കൂടി കഴിഞ്ഞാലാണ് ആദ്യത്തെ സ്കന്ധം, 12 സ്കന്ധങ്ങളുള്ള ഭാഗവതത്തിലെ ആദ്യത്തെ സ്കന്ധം സമർപ്പിക്കുക. ഇനി നമുക്ക് ഈ 13-ാം അധ്യായത്തിന്റെ സമ്പൂർണ്ണ പാരായണവും അതുപോലെ മലയാളം ഭാഷയിൽ സുബ്രഹ്മണ്യം തിരുമുമ്പ് നമുക്ക് പറഞ്ഞു തന്ന ആശയങ്ങളോട് കൂടിയിട്ടുള്ള വൃത്താനുവൃത്തം തർജിമയും നമുക്ക് ശ്രദ്ധയോടുകൂടി വരുന്ന പാഠങ്ങളിൽ കേൾക്കാം. അത് കഴിഞ്ഞ് 14-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കും. ഇനി കുറച്ച് വേഗത്തിലായിട്ട് പഠനം ചെയ്ത് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. പദങ്ങളുമായിട്ട് നല്ല ബന്ധം വന്നു. 13 അധ്യായങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടി. ജീവിതത്തിൽ തന്നെ കിട്ടുന്ന അസുലഭമായ സൗഭാഗ്യമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭാഗവത പഠനത്തിലൂടെ. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ അനുഭൂതികള്, നിങ്ങളുടെ അഭിപ്രായങ്ങള്, ഇതൊക്കെ തന്നെ ഈ പഠനത്തിന് വിധേയമാവണം. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കേൾക്കുമ്പോൾ ഈ യൂട്യൂബിലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതിനനുസരിച്ച് നമുക്കിതിനെ ചിട്ടപ്പെടുത്താൻ സാധിക്കും. 19 അധ്യായങ്ങളും കഴിയുന്നതോടുകൂടിയിട്ട് പ്രഥമ സ്കന്ധം നമുക്ക് ശ്രീ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ഗുരുഭവനപുരിയിൽ ചെന്നിട്ട് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഏവരും പ്രാർത്ഥിക്കുക. ജൂലൈ മാസത്തില് നമുക്കിവിടെ ഒരു മഹാസത്രത്തിലൂടെ ഈ പഠിതാക്കൾക്കെല്ലാം തന്നെ അവിടെ സമർപ്പിക്കുവാനുള്ള സൗഭാഗ്യം ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ, നമ്മളെ അതിനെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം ഇനി അങ്ങോട്ടുള്ള ഓരോ ഭാഗങ്ങളും പഠിക്കുവാൻ. ഗുരുവായൂരപ്പന്റെ ഗുരുപരമ്പരകളുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ഹരിയോം, നമസ്കാരം.